എന്നെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല. നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ ബനി? ഓ കണ്ടോ, മേലെ കഷണ്ടിയായി. എന്നിട്ട് എവിടെയും കാണുന്നില്ലല്ലോ. എടാ മണ്ടോ, തലയിലാടാ കഷണ്ടി. അപ്പ സാരമില്ല, റോളറിന് വല്ല പ്രശ്നവും പറ്റിയിരുന്നെങ്കിൽ നമ്മൾ കാശ് കൊടുക്കേണ്ടി വന്നേനെ. എടാ മണ്ട, ഇരുമ്പ് വീൽ എങ്ങനെയാ കഷണ്ടി ആവുന്നേ? ബുദ്ധിശാലിയോ ഇവൻ? എന്നെ കഴുത എന്നാ പറയാറ്. ഇപ്പൊ എന്താ ഇവന്റെ ഓർമ്മശക്തി കുറഞ്ഞോ? ഓർമ്മിക്കേ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ ഓർമ്മിക്കേ. നമ്മൾ എങ്ങനെയൊക്കെ കളിച്ചു ഒന്ന് ഓർമ്മിക്കൂ. ബായ്. നിന്റെ ഓർമ്മശക്തിയും കുറഞ്ഞോ? ഇവൻ നിന്റെ അനിയനല്ല, ഇവൻ എന്റെ അനിയനാ. എടാ വിഡ്ഢികളെ, അങ്ങനെ എല്ലാവർക്കും ഒന്നും തലയിൽ പരിക്ക് പറ്റാൻ മറന്നൊന്നും പോവില്ല. എനിക്ക് ഒരു കുഴപ്പമില്ല. എന്താ പറ്റിയത്? അതോ എന്റെ വണ്ടിയുടെ ബാക്ക് ടയർ പഞ്ചറായി. പിന്നെ എന്റെ അടുത്ത് സ്റ്റെപ്പിനിയും ഇല്ല. അതപ്പോ ബാക്കില് ഒരു ഫ്രണ്ട് ടയർ ഇട്ടേക്ക്. ഓക്കെ, അത് ശരിയാ, ഇതോക്കെ. താങ്ക് യു ഫോർ ദ ഐഡിയ. ഓക്കേ, കഴിഞ്ഞു. ചേട്ടാ, ഒരു പ്രോബ്ലം. ഇപ്പൊ മുമ്പത്തെ ടയർ പഞ്ചറാണ്. ബണ്ണി, ഇപ്പൊ ഫ്രണ്ട് ടയർ പഞ്ചറാണ്. എല്ലാ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ എന്റെ അനിയൻ തന്നെ തരണോ? ബാക്ക് ടയർ പഞ്ചർ ആയിരുന്നത് ഇവൻ ശരിയാക്കി. മുൻ ടയർ ശരിയാക്കാൻ വേറെ ആരോടെങ്കിലും പറ. അല്ല, ഞാൻ എന്താ ഇങ്ങനത്തെ ഒരു ഐഡിയ കൊടുത്തത്? ഹണി, നീ എന്താടാ ചെയ്യുന്നത്? ക്യാമ്പ് ഫയറിന് വേണ്ടിട്ട് വിറക് വെട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇത് നോക്കിയേ, ഇതെനിക്ക് മുറിക്കാൻ പറ്റുന്നില്ല. ഏടാ, അപ്പൊ ഇങ്ങനെ തിരിഞ്ഞിരുന്ന് വെട്ട്. ഇപ്പുറത്തെ സൈഡിൽ ഇരുന്ന് നീ വെട്ടിയാലേ പെട്ടെന്ന് മുറിയാടാ. അനിയ, യു ആർ സോ ഇന്റലിജന്റ്. ഒന്ന് നിൽക്കാനി, നീ ഇതെന്താ കാണിക്കുന്നേ? അയ്യോ, ഞാൻ എപ്പോഴും കവരത്തിന്റെ മുകളിലായിരിക്കുന്നേ. ഇപ്പൊ കവര എന്റെ മുകളിലായിരുന്നേ. എനി ഡൗട്ട്? എടാ മണ്ട, നീ ഇരിക്കുന്ന ശാഖ മുറിക്കാൻ പാടില്ലടാ. എനിക്ക് ബണ്ണിയാണ് ഈ ഐഡിയ കൊടുത്തത്. ബന്നി, ഇതിനേക്കാളും ഒരു ഇഡിയോട്ടിക് ഐഡിയ തരാനേ പറ്റില്ല. അല്ല, ഇവിടെ എന്താ സംഭവിച്ചത്? ഞാൻ എങ്ങനെ ഇങ്ങനത്തെ ഒരു ഐഡിയ കൊടുത്തത്? നാഗരാജൻ കൊത്തിയാൽ വെള്ളം പോലും ചോദിക്കില്ല. ഞങ്ങൾ വെള്ളം ചോദിക്കാനും പോകുന്നില്ല. കൂൾ ഡ്രിങ്ക്സ് വല്ലതും ഉണ്ടെങ്കിൽ താ. എടോ, ഞാൻ നാഗരാജനാ, നാഗരാജൻ. ഓർമ്മയുണ്ടോ? എന്നെ ജയിലിലേക്ക് അയച്ചില്ലേ?
ഫ്ലാഷ് ബാക്ക് കണ്ടില്ലേ? ഇപ്പൊ ഓർമ്മ വന്ന് കാണും ഞാൻ ആരാണെന്ന്. നാഗരാജൻ കൊത്തിയാൽ വെള്ളം പോലും ചോദിക്കില്ല. ഇപ്പോഴാ ഞാൻ ജയിലിൽ നിന്ന് പുറത്തു വന്നത്. വീണ്ടും തിരിച്ചയച്ചോളാം. ഞാൻ പകരം വീട്ടാണ് വന്നിരിക്കുന്നത്. നാഗരാജൻ കൊത്തിയാൽ വെള്ളം പോലും ചോദിക്കില്ല. അതുകൊണ്ടല്ലേ വീണ്ടും അടിവാങ്ങാൻ വന്നത്. കഴിഞ്ഞ തവണ കിട്ടിയത് പോരാൻ തോന്നുന്നു. ഇന്നല്ല എനിക്കറിയാം. ഒരു 10 പേര് ഇവിടെ വരികയാണെങ്കിൽ നീ ഒരാൾ മാത്രം മതി. ഒരു വലിയ സൈന്യത്തിനെ തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരുപാട് പേരുണ്ട്. പണി എന്തെങ്കിലും ഒരു ഐഡിയ താ. നമുക്ക് എല്ലാവർക്കും സമോസ കൊടുക്കാം. എല്ലാവരുടെ വയറിളകി ബാത്റൂം പോകുന്ന സമയം നോക്കി നമുക്ക് ഓടിപ്പോകാം. അവരെന്തേ നമ്മുടെ കുഞ്ഞമ്മയുടെ മോനാണോ ഇരുന്ന് ചാറ്റ് കഴിക്കാൻ? എന്തേ ഇവന്റെ ബുദ്ധി ഒട്ടും പണിയെടുക്കുന്നില്ല. എനി ഡൗട്ട്? നിന്റെ തലയിലും ബുദ്ധിയല്ലേ ഉള്ളത്. നീ തന്നെ വല്ല ഐഡിയയും താ. നമുക്ക് മുമ്പ് കൂടുതൽ എതിരാളികൾ ഉള്ളപ്പോ നമുക്ക് ഒരു വഴി മാത്രമേ കാണൂ. ഇടതുവശം ഓടിച്ചെന്ന് സ്ട്രീറ്റിനകത്ത് കയറി അദ്ദേഹത്തെ കബളിപ്പിച്ച് ഓടുന്നതാണ്. Any doubt? മുകളിലെ ടെറസിലേക്ക് പോയേക്കാം. ആരെ കൊണ്ട് പിടിക്കാൻ പറ്റില്ല. മോളില് ടെറസിലുണ്ട് നോക്ക്. ഒരു ഐഡിയ കിട്ടി. നമുക്ക് മര്യാദയ്ക്ക് അവരുടെ വണ്ടി കയറി ഇരിക്കാം. അവരെല്ലാവരുടെയും അന്വേഷിക്കട്ടെ. ഗുഡ് ഐഡിയ. പിടികിട്ടി. നാഗരാജൻ കൊത്തിയാൽ വെള്ളം പോലും ചോദിക്കില്ല. മണി, നിന്റെ ഐഡിയ മണ്ടൻ ഐഡിയ. നമ്മളെല്ലാവരും ഇപ്പൊ കുടുങ്ങി. ഇവ രാവിലെ തൊട്ട് വേസ്റ്റ് ഐഡിയകളെയാണ് തരുന്നത്. ഇന്നലെ ഇവന്റെ തലയിൽ അടി കൊണ്ടത് തൊട്ട് ആവശ്യമില്ലാത്ത ഐഡിയകളെ തന്നോണ്ടിരിക്കുകയാണ് ഇവൻ. ഇനി ആരും ഐഡിയ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാനിപ്പോ നിങ്ങളെ അമേസാൻ കാട്ടിലേക്ക് പറഞ്ഞേക്കാൻ പോവുകയാണ്. ഹേയ്, ഞങ്ങളുടെ മൗനം ഞങ്ങളുടെ ബലഹീനതയാണെന്ന് വിചാരിക്കരുത്. എണ്ണയിൽ പൊരിഞ്ഞാലേ സമോസയായിട്ട് പുറത്തു വരുള്ളൂ. എനി ഡൗട്ട്? അങ്ങനെയാണോ? അപ്പൊ ഇരിക്കട്ടെ. നിങ്ങളെ അമേസാൻ കാട്ടിലേക്ക് അയക്കുന്ന പ്ലാൻ പോസ്റ്റ്പോൺഡ്. താങ്ക് യു. ആദ്യം നിങ്ങളെ എടുത്തിട്ട് തല്ലാൻ പോവാണ്. അതിനുശേഷം കൊണ്ടുപോയി വിടും. ഇടിച്ചോ. ഒരുപാട് പേരുണ്ടല്ലോ. അവരെ എങ്ങനെങ്കിലും പറ്റിച്ചിട്ട് പുറത്തു ഹലോ പോകാം. ഹണി, ചുവര് പൊട്ടിക്കാനാണോ വിചാരിക്കുന്നേ? ഇവിടെ എല്ലാവരും തടിയന്മാരാണ്. അടിച്ചോ. എന്റെ കാല്. കാലിലടിച്ചു. ഇങ്ങനെ കാലിലടിച്ചു. ശരി, എന്നാ തലയിലടിക്കാം. മണ്ടോ, ഇത് ഹോക്കി മാച്ച് അല്ലടാ. ഓടിക്കോ. എന്താ നോക്കി നിൽക്കുന്നേ? എല്ലാവരും ചെല്ലേ. ചെല്ലേ.
പിടിക്കേ എടാ അനിയ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പൊ എല്ലാം ശരിയായി. ഒരു മിനിറ്റ് നിൽക്ക് നിൽക്ക്. നാഗരാജൻ കൊത്തിയാൽ വെള്ളം പോലും ചോദിക്കില്ല. നാഗരാജ്, നീ നാഗമല്ല. അത് നീയല്ല, നീ ആരുമല്ല. അതിന്റെ അർത്ഥം എന്താണ്? നീ യൂസ്ലെസ്സാ. കാരണം 10 പേരായിട്ടാണ് വന്ന് അടിക്കുന്നേ. എല്ലാരും ഒരുമിച്ച് വാടേ. ഇനി കൂടുതൽ ആൾക്കാർ വരട്ടെ. അല്ലോ ഇത് പോരാഞ്ഞിട്ട് വീണ്ടും വരാൻ പറയാ. സത്യത്തിൽ റോളർ ഇടിച്ചതിന് ശേഷം നിന്റെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല, അതാ കാര്യം. അല്ലടാ, വീണ്ടും തലയ്ക്ക് കിട്ടിയപ്പോഴാണ് മനസ്സിലായത്. എന്റെ ബ്രെയിൻ വർക്കായി തുടങ്ങി. നീ ജസ്റ്റ് നോക്കിയിരുന്നാ മതി. കണ്ടില്ലേ എത്ര പേരാ വന്നിരിക്കുന്നെന്ന്. അത്രേ ഉള്ളൂ. പേടിത്തൊണ്ടന്മാര്. ധൈര്യം ഉണ്ടെങ്കിൽ എല്ലാരും വാടാ. എല്ലാവരും വരൂ. അടിപൊളി കൂട്ടുകാരെ. ഇനിയവന്മാർക്ക് അനങ്ങാൻ പോലും പറ്റില്ല. ഇവരുടെ തലയെ ചവിട്ടി നമുക്ക് പുറത്തിറങ്ങാം. പിന്നെ നാഗരാജ്, ഇപ്പൊ പോലീസ് വന്ന് കഥ തുറക്കും കേട്ടോ. താങ്ക് യു ബനീഷ്. ബണി, തക്ക സമയത്ത് നിന്റെ ബുദ്ധി പ്രവർത്തിച്ചു, അല്ലെങ്കിൽ എല്ലാം തീർന്നേനെ. അനിയ നിന്റെ തലയ്ക്ക് പരിക്ക് പറ്റിയാ നീ നല്ല ഐഡിയ തരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ മുന്നേ തന്നെ നിന്റെ തല പിടിച്ച് വല്ലയിടത്ത് ഇടിച്ചാനേ. അയ്യോ, ഭാഗ്യം നിനക്ക് ഐഡിയ വരാത്തത്.